Hi students, the section is about statement in lieu of prospectus and misstatement in prospectus. Statement in lieu of prospectus. If the promoters of a public company are confident of obtaining the required capital through private contract, no prospectus need be issued to the public. അതായത് ഇപ്പം പബ്ലിക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് കോൺഫിഡൻസ് ഉണ്ട്, അതായത് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ പ്രൈവറ്റ് കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അവർക്ക് കളക്ട് ചെയ്യാമെന്ന് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ദെൻ അവരൊരിക്കലും എന്ത് ചെയ്തില്ല, ഒരു പബ്ലിക് ഇഷ്യൂയിലേക്ക് മൂവ് ചെയ്തില്ല. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ഇല്ലെങ്കിൽ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യകതയില്ല. സോ അറ്റ് ദാറ്റ് ടൈം ദ കമ്പനി പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. ഡ്രാഫ്റ്റ് മീൻസ് ഒരു ചുരുക്ക പത്രിക പോലെ പ്രിപ്പയർ ചെയ്യും. ദാറ്റ് പ്രോസ്പെക്ടസ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. Okay, the process of issuing securities through a statement in lieu of prospectus is a kind of private placement. അതായത് സെക്യൂരിറ്റീസ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയാണ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ ദെൻ അറ്റ് ദാറ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസ്പെക്ടസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഈസ് ഫോർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യുമ്പോഴാണ് എന്ത് പ്രോസ്പെക്ടസ് വേണ്ടി വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് വേണ്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നോ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിക്വയർഡ് ടു ബി സ്റ്റേറ്റഡ്. ഈ പ്രോസ്പെക്ടസിൽ മിനിമം നമ്മൾ എത്ര സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഫണ്ട് നമ്മൾ റേസ് ചെയ്തു, ക്യാപിറ്റൽ എത്ര റേസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് സിമിലർ പർട്ടിക്കുലേഴ്സ് ആസ് ആർ റിക്വയർഡ് ഫോർ എ പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസിന് വേണ്ടുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും എന്തിലും ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസിലും ഉണ്ടായിരിക്കും. ഓക്കെ, എ കോപ്പി ഓഫ് ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി അറ്റ് ലീസ്റ്റ് 3 days ബിഫോർ എനി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് അലോട്ട് ചെയ്യുന്നതിന് ഒരു 3 ദിവസം മുൻപ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഫോർ ദിസ് റീസൺ ആക്ച്വലി ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഈസ് പ്രിപ്പയറിങ്. അതായത് ROCക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രോസ്പെക്ടസ് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അത് കറക്റ്റാണ്. ഓക്കെ, മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴോ, information in prospectus if it is misleading, false, untrue or non-disclosure of any material fact, then that statement or information അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസ്പെക്ടസിനെയാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എയ്തർ മിസ്ലീഡിങ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒന്നാകാം, ശരിയല്ലാത്തൊരു വസ്തുത കൊടുക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചുകൊണ്ട് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോസ്പെക്ടസിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഓക്കെ, ഇനി ദർ ഈസ് എ ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഫ്രെയിം ചെയ്യുന്നതിന് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ഗോൾഡൻ റൂൾ അതിൽ പറയുന്നത് പ്രോസ്പെക്ടസിന് വേണ്ടുന്ന എല്ലാ കണ്ടൻറ്റുകളും ദാറ്റ് ഈ ഓൾ ദ റിക്വയർമെൻറ്റ്സ് നീഡഡ് ഫോർ എ പ്രോസ്പെക്ടസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ എ പ്രോസ്പെക്ടസ്. അതായത് ഒരു പ്രോസ്പെക്ടസിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻറ്റ്സ് വേണോ അതെല്ലാം ഒരു പ്രോസ്പെക്ടസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പ്ലസ് അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ ഇറ്റ് ഷുഡ് ബി ഫെയർ, അക്യുറേറ്റ് ആൻഡ് കറക്റ്റായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. കറക്റ്റ് അല്ല അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണ്, ഫോൾസ് ആണ് അല്ലെങ്കിൽ അൺട്രൂ ആണ് എങ്കിൽ അതിനെ നമുക്ക് മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നേ പറയാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ആകണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ദ കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാതെ, പല കാര്യങ്ങളും ഒമിഷൻ വരുത്താതെ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പം മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് എന്ന പ്രോസ്പെക്ടസ് ഇസ് മിസ്ലീഡിങ്, അൺട്രൂ, ഫോൾസ് ഓർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് എനി മെറ്റീരിയൽ ഫാക്ടർ കൺസിഡറബിൾ ആയിട്ട് ആ കമ്പനിയിൽ ചേഞ്ച് വരുത്തുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ചേഞ്ചസ് ഉള്ള ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു പ്രോസ്പെക്ടസിലൂടെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മിസ് സ്റ്റേറ്റ്മെൻറ്റ്
ഇൻ പ്രോസ്പെക്ടസ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസിൽ വരുന്നത് ആ പ്രോസ്പെക്ടസിലെ കണ്ടൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസ്പെക്ടസിന് വേണ്ടുന്ന എല്ലാ കണ്ടൻസും ഉണ്ടായിരിക്കും, പ്ലസ് കമ്പനിയുടെ എല്ലാ ഇൻഫോർമേഷനും ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് കറക്റ്റ്, ഫെയർ ആൻഡ് അക്യുറേറ്റ്, ദെൻ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആകുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ദ കമ്പനി. ഇനി വാട്ട് ആർ ദ ലയബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്? അതായത് പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് അൺട്രൂ ഓർ ഫോൾസ് ഓർ മിസ്ലീഡിങ് ഓർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ദ ഫാക്ട്സ് ഓഫ് ദ കമ്പനി, ദെൻ അങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രോസ്പെക്ടസിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ദെൻ വാട്ട് ആർ ദ ലയബിലിറ്റി, എന്താണ് നമുക്കുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ 2 heads, സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഓക്കെ, സിവിൽ ലയബിലിറ്റി ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ എഗൻസ്റ്റ് ദ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ടുമുണ്ട്, അതുപോലെ അതിന് കാരണമായിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്, അല്ലെങ്കിൽ ഹു ആർ ദ ഓതറൈസ്ഡ് പേഴ്സൺ ബിഹൈൻഡ് ദാറ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഓക്കെ, ഫസ്റ്റ് എഗൻസ്റ്റ് ദ കമ്പനി ആണെങ്കിൽ either the party or the investor can resign the contract. Resign the contract means rescission of contract. Rescission of contract means cancel the contract. Okay, the particular investor can cancel the contract and get back his share with his money plus interest. ഒന്നുകിൽ ആ ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററിന് പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെയർസ് ബൈബാക്ക് അല്ലെങ്കിൽ തിരികെ വാങ്ങിക്കാം. വിത്ത് ഷെയർ വാങ്ങിച്ച് വിത്ത് ഇൻട്രസ്റ്റോടുകൂടി തന്നെ എന്ത് ചെയ്യാം, ആ ഷെയർ തിരികെ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഹി ക്യാൻ ക്ലെയിം ഫോർ ദ ഡാമേജസ് ബൈ പ്രൂവിങ് ദ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഓക്കെ, നെക്സ്റ്റ് against the directors, promoters and experts. അവിടെ the investor or the parties afford the loss can claim for compensation വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡാമേജസ് 2 head പറയുന്നുണ്ട്. ഡാമേജസ്, ആക്ഷൻ ഫോർ ഡാമേജസ് ഫോർ നോൺ കംപ്ലയൻസ് അണ്ടർ സെക്ഷൻ 56. അതായത് എന്തെങ്കിലും കാര്യം ഒമിഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതായത് മനഃപൂർവ്വം ചെയ്തതല്ല പ്രോസ്പെക്ടസിൽ തെറ്റുകൾ, അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മനഃപൂർവ്വം വരുത്തിയതല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുപോയി, ഒമിഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ ഉള്ള ആക്ഷൻ. ഓക്കെ, ആക്ഷൻ ഫോർ ഡാമേജസ് under the circumstances if any statement is omitted or fraud or innocent misrepresentation in the prospectus. Next, damages, action for damages under general law. Here the parties behind the directors or promoter or who are the authorized person behind the misstatement knowingly commit that mistake. അവർ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, എന്നിട്ടും അവരെന്ത് ചെയ്യുകയാണ്, അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ എഴുതി പിടിപ്പിച്ചു. ഓക്കെ, ഹിയർ ദ ആക്ഷൻ ഫോർ ഡാമേജസ് അണ്ടർ ജനറൽ ലോ ഇഫ് ദ ഡയറക്ടേഴ്സ് ഓർ പ്രൊമോട്ടേഴ്സ് ഓർ എക്സ്പേർട്സ് or who are the authorized person behind this misstatement knowingly make that particular misstatement in prospectus. Okay, next, other is criminal liability. Criminal liability with imprisonment for a term up to 2 years or fine up to 50,000 rupees or with imprisonment and fine. Either endagam imprisonment agam 2 years vare, not less than 6 months. 6 മാസത്തിൽ കുറയാതെയും അല്ലെങ്കിൽ 2 വർഷം വരെ ആണ് എന്ത് പറഞ്ഞേക്കുന്നത്, ഇംപ്രിസ്മെൻറ്റ്, ഓർ നോട്ട് ലെസ് ദാൻ 6 months പ്ലസ് ഫൈൻ അപ് ടു ₹50,000, അല്ലെങ്കിൽ എന്താണ്, ഇംപ്രിസൺമെൻറ്റും ഫൈനും കൂടെ ചേർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണോ ലോസ് സംഭവിച്ചത് ആ ലോസ് എമൗണ്ട് ആയിരിക്കും, ഓർ 3 times ദ ലോസ്.
ലോസ് എമൗണ്ടിൻ്റെ 3 ഇരട്ടി ആയിരിക്കാം ചിലപ്പം എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ലയബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ 2 കാറ്റഗറി, സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. സിവിൽ ലയബിലിറ്റി ഇറ്റ് ഈസ് എഗൻസ്റ്റ് കമ്പനി ഉണ്ട്, എഗൻസ്റ്റ് ദ director, promoter and experts or the authorized person behind that particular misstatement in prospectus. Okay, against the company, the investor can resign the contract. Rescission of contract means cancellation of contract or claim for the damages by proving the misstatement in prospectus. Okay, next, against the directors, promoters or experts or authorized persons are responsible for the misstatement in prospectus, the investor can claim for compensation or action for damages if for misrepresentation which has been done innocently or omission of certain things in the prospectus, and action for damages under general law if the promoters or directors or the person responsible for the misstatement knowingly done that particular mistake or misstatement in the prospectus. Next, criminal liability. Criminal liability here, imprisonment for a period of 2 years or fine 50,000 rupees or both, fine and imprisonment up to 2 years.